ഡെസ്മയുടെ ടീമിൽ നമ്മളെടുത്തേക്കുന്ന ഈച്ച് ആൻഡ് എവറി മെമ്പർ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സായിട്ടും കാൻഡിഡേറ്റിന് ആക്സസ് ഉണ്ടാവും. ഈവൻ എൻ്റെ അടുത്താണെങ്കിൽ കൂടി വാട്സപ്പിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ആണെങ്കിലും ഞാൻ ആൻസർ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ഡോക്യുമെൻറ്റേഷൻ ടീമും കൗൺസിലേഴ്സും ഉള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഓസ്ട്രേലിയയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു OBA പ്രോസസ്സ് എന്ന് പറയുന്നത് 2020 മാർച്ച് മുതലാണ് വന്നത്. അതിന് മുമ്പ് ഒരു ബ്രിഡ്ജിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സായിരുന്നു. പക്ഷേ ഡെസ്മ ഇൻ്റർനാഷണൽ എങ്ങനെയാണ് ഫോളോ ചെയ്യണതെന്ന് വെച്ചാൽ ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാൻഡിഡേറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഡെസ്മയുടെ ടീമിൽ നമ്മളെടുത്തേക്കുന്ന ഈച്ച് ആൻഡ് എവറി മെമ്പർ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഒരു നഴ്സിൻ്റെ പ്രൊഫൈൽ വരുമ്പം അവർക്ക് നമ്മളിപ്പം പ്രൊസീജിയർ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം റീസെൻ്റായിട്ട് എനിക്കൊരു കാൻഡിഡേറ്റ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തത്, ആളെ ഞാൻ ഫസ്റ്റ് കോളിൽ വിളിച്ച് ഡീറ്റെയിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എന്തോ ഡൗട്ട് വന്നപ്പോഴും ഡീറ്റെയിൽ പറഞ്ഞു. ഇവർക്ക് നമ്മളിപ്പോൾ ഒരു 10 പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഡൗട്ട്സ് കാരണം കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു തരുമോ എന്ന് പറയുന്ന ആളുകളായിരിക്കും. സോ നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്ന ടീമും അതേപോലെ എന്താ പറയുക 24/7 കാൻഡിഡേറ്റിന് അവൈലബിൾ ആയിട്ടുള്ള ആളുകളെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. അവർക്ക് പ്രൈമറി ചിലപ്പോൾ എൻക്വയറി ഇടുന്നത് ഒരാളുടെ അടുത്തും ശേഷം ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നത് വേറൊരാളും ആയിരിക്കാം. നമ്മളിവിടെ എന്ന് പറയുമ്പം ഈച്ച് ആൻഡ് എവറി മെമ്പർ ആ ഒരു കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്താറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം എൻ്റെ ഒരു കാൻഡിഡേറ്റ് ആണ്, നാളെ എൻ്റെ ആബ്സെൻസിൽ വേറൊരാൾക്ക് ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഫൈലിനെ പറ്റി അവർക്ക് കംപ്ലീറ്റ് ഐഡിയ ഉണ്ടാവണം. സോ നമ്മൾ അങ്ങനെയാണ് കാൻഡിഡേറ്റ്സിൻ്റെ പ്രൊഫൈൽ ഇവിടെ ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സായിട്ടും കാൻഡിഡേറ്റിന് ആക്സസ് ഉണ്ടാവും. ഈവൻ എൻ്റെ അടുത്താണെങ്കിൽ കൂടി വാട്സപ്പിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ആണെങ്കിലും ഞാൻ ആൻസർ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ഡോക്യുമെൻറ്റേഷൻ ടീമും കൗൺസിലേഴ്സും ഉള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. നമ്മൾ ഈ ഒരു ആപ്ര രജിസ്ട്രേഷൻ പ്രോസസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം ലൈൻ നമ്മൾ പറഞ്ഞല്ലോ 8 to 11 months വരുന്ന കാര്യമാണ്. അപ്പം സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണ് ഒരു കാൻഡിഡേറ്റിനെന്നുണ്ടെങ്കിൽ അതിൽ മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതിപ്പോൾ രജിസ്ട്രേഷൻ പ്രൊസീജിയർ മാത്രമല്ല കേട്ടോ, ഏത് കൈൻഡ് ഓഫ് സർവീസ് ആണെന്നുണ്ടെങ്കിലും മിസ്റ്റേക്സ് പറ്റാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഇപ്പം നമ്മളിവിടെ ഓരോ കാൻഡിഡേറ്റ്സിൻ്റെയും ചെറിയ ചെറിയ സ്റ്റെപ്സ് കഴിയുമ്പോഴും അവരുടെ അടുത്ത് നിന്ന് റിവ്യൂസ് കളക്ട് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഇത് കൂടാതെ വേറൊരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ളൂ. ഇപ്പം ഈ പറഞ്ഞ പോലെ നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് ജോബ് കിട്ടുന്നോ, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് വിസയിൽ ഫുൾ ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാനോ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ കെയറർ വിസയുടെ കാര്യം. ഈ കെയറർ വിസയുടെ സമയത്ത് ഡോക്ടേഴ്സ് മുതൽ കെയറായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളുടെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഓസ്ട്രേലിയയിൽ എത്തണം എന്നാണ്. ഓക്കെ, എത്തിയെന്ന് തന്നെ വിചാരിക്കുക. എത്തി വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു സ്റ്റേജ് ആകുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക, ഓക്കെ അവരുടെ അവിടുത്തെ ഒരു ലിവിങ് കോസ്റ്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഈ ഒരു ജോബ് പറ്റില്ല. അവർക്ക് അവരുടെ പ്രൊഫഷനിലേക്ക് അപ്പം ടേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിട്ടും ഉണ്ടാകും. സോ നമ്മളത് ക്ലിയർലി അവർക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണോ, അവർക്ക് ഏറ്റവും കൂടുതൽ ഏർണിംഗ് ഏത് പോസ്റ്റിൽ നിന്നാണോ കിട്ടുന്നത് അതിനനുസരിച്ച് മാത്രമാണ് കാൻഡിഡേറ്റ്സിന് ഓരോ പ്രൊസീജിയേഴ്സും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുള്ളൂ. അതെ, ഈ ഒരു പ്രോസസ്സ് തുടങ്ങുന്ന സമയത്ത് നഴ്സിനുള്ളൊരു കൺസേൺ ആണ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് ഇനഫ് ആണോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡെസ്മ അതിനെയും അവർക്ക് ഓവർകം ചെയ്യാനുള്ള സപ്പോർട്ട് കൊടുക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളൊരു കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് കൊടുക്കാറുണ്ട്. ഈവൻ സാമ്പിൾ ഡോക്യുമെൻ്റ് വേണമെന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു അഫിഡവിറ്റ് വേണം, അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണെന്ന് പോലും പല ആളുകൾക്കും അറിയണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഫോമാറ്റും കാര്യങ്ങളും മുതൽ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ വിസയുടെ സമയത്താണ് ഒരു വലിയൊരു ഡോക്യുമെൻറ്റ്സിൻ്റെ ചെക്ക് ലിസ്റ്റ് തന്നെ വേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഇനിഷ്യൽ സ്റ്റേജിൽ ആവശ്യമുള്ളതെന്നും പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വേണം എന്നുള്ളതും ഒക്കെ ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ എക്സ്പേർട്ട് ടീം ഗൈഡൻസ് കൊടുക്കാറുണ്ട്. അതൊക്കെ കൊണ്ട് അവരുടെ ആ ഒരു പ്രോസസ്സ് അവർക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും പറ്റാറുണ്ട്. ഇപ്പം നമ്മൾ ഏത് കൺട്രിയുടെ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മൈഗ്രേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എവറി 2 ഇയറിലോ അല്ലെങ്കിൽ 4 ഇയറിലോ ഒക്കെ വന്നിട്ട് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പം ഒരു കുറച്ച് നാൾ മുന്നേ ചോദിച്ച ഒരു ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആയിരിക്കില്ല ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു 3-4 ഇയേഴ്സ് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇപ്പം ഓസ്ട്രേലിയയുടെ കേസ് ആണെങ്കിൽ പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്. ഇന്നിപ്പം IELTSന് ഇൻഡിവിജ്വലി 7 വേണമെന്നുണ്ടെങ്കിൽ നാളത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ് റേസ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ അത് കുറക്കുമോ എന്നുള്ളതോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു റിസർച്ച്
കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അതെ, ഓസ്ട്രേലിയയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു OBA പ്രോസസ്സ് എന്ന് പറയുന്നത് 2020 മാർച്ച് മുതലാണ് വന്നത്. അതിന് മുമ്പ് ഒരു ബ്രിഡ്ജിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സായിരുന്നു. പക്ഷേ ഡെസ്മ ഇൻ്റർനാഷണൽ എങ്ങനെയാണ് ഫോളോ ചെയ്യണതെന്ന് വെച്ചാൽ ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാൻഡിഡേറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഡെസ്മ ഇൻ്റർനാഷണൽ മെയിനായിട്ട് ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യുന്ന കൺസൾട്ടൻസി ആണല്ലോ. അപ്പോൾ ഇപ്പം റെഗുലേറ്ററി ബോഡിയിൽ എന്തെങ്കിലും പ്രോസസ്സ് ചേഞ്ചോ കാര്യങ്ങളോ വന്നാലോ നമ്മൾ അപ് ടു ഡേറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അത് നമ്മുടെ കാൻഡിഡേറ്റിന് കൺവേ ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ ഒരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒത്തിരി നഴ്സസിന് വേക്കൻസി വരുന്നുണ്ട്. ഇപ്പോൾ ഡെസ്മ ഇൻ്റർനാഷണൽ ഫോക്കസ് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് ആണെങ്കിലും ബാക്കിയുള്ള കൺട്രീസ് ലൈക്ക് ന്യൂസിലൻഡ്, US, പിന്നെ കാനഡ, UK അതുപോലുള്ള പ്രോസസ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ സ്ട്രോങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ വന്നാലും നമ്മൾ അപ് ടു ഡേറ്റ് ആണ്. ഡെസ്മ ഇൻ്റർനാഷണൽ ചെയ്യുന്ന പേപ്പർ വർക്ക് നമ്മളിപ്പോൾ US-ൻ്റെ ചെയ്യുന്നുണ്ട്, കാനഡയുടെ ചെയ്യുന്നുണ്ട്, ന്യൂസിലൻഡിൻ്റെത്, അങ്ങനെ പല കൺട്രിയുടേത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയയുടേത് നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ളതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് 2025 നല്ല വേക്കൻസീസാണ് വരുന്നത് നഴ്സസിന്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നഴ്സസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഓസ്ട്രേലിയ ഇപ്പം ഫോക്കസ് ചെയ്യുന്നത്. ഇനിയുള്ളൊരു 5 വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒത്തിരി ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നഴ്സസിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ബാക്കിയുള്ള കൺട്രീനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയർലൻഡ്, UK ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അതേസമയം ഓസ്ട്രേലിയയിൽ കൂടി വരികയാണ്. 2025 ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ടാവും. ഇപ്പോഴേ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ നഴ്സസിന് അവിടെ പ്ലേസ്ഡ് ആവാനായിട്ടും സാധിക്കും. ബിക്കോസ് ഓൾറെഡി ഇപ്പം തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പം കറൻ്റ്ലി കുറച്ച് വേക്കൻസിയുടെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ആയേക്കുന്ന നഴ്സസ് തന്നെ ഒരുപാടുണ്ട്. അപ്പം ഈ വേക്കൻസീസ് ഓപ്പൺ ആകുമ്പോൾ എന്ന് പറയുമ്പം എന്തായാലും ഫസ്റ്റ് പ്രിഫറൻസ് ഇവർക്കേ പോകുള്ളൂ. സോ ബാക്കിയുള്ള വേക്കൻസീസ് ഈ പറഞ്ഞ പോലെ ഫിൽ ഔട്ട് ആവുന്നതിന് മുന്നേ നമ്മൾ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് തന്നെയായിരിക്കും വരുന്നുണ്ട്. അതെ, നമുക്ക് ഇപ്പം എക്സാം പാസ്സായിട്ട് രജിസ്ട്രേഷൻ കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നമ്മൾ പ്ലേസ്ഡ് ആവണം, നഴ്സസ് പ്ലേസ്ഡ് ആവണം. അല്ലാണ്ട് US ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈസൻസ് കിട്ടാൻ ഈസിയാണ്. NCLEX എന്ന് പറയുന്ന ഒരു എക്സാം മാത്രം മതി. ഈവൻ ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ ആവശ്യം പോലും ഇല്ല. പക്ഷേ നമ്മൾ ഈ ലൈസൻസ് എടുത്ത് വെച്ചതുകൊണ്ട് കാര്യമില്ല, ആ ഒരു പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ടും കാര്യമില്ല. ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതിൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ തന്നെയാണ്. അതാണ് നമ്മൾ കൂടുതലും ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഫോക്കസ് ചെയ്യാനുള്ള റീസൺ. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ഓസ്ട്രേലിയയിൽ ഓപ്പർച്യൂണിറ്റി കുറവാന്നല്ല, അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയണം. ഇപ്പോൾ പല ആളുകൾക്കും ഇപ്പോൾ തന്നെ പ്രോസസ്സ് ചെയ്യുന്നവരാണെങ്കിലും വേറൊരു കൺസൾട്ടൻസിനെ ഏൽപ്പിക്കുന്നവരാണെങ്കിലും ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. അത് അപ്ലൈ ചെയ്ത് കിട്ടുന്ന രീതിയിൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് എന്തായാലും കാൻഡിഡേറ്റ് സെലക്ട് ആവുന്നുണ്ട്. ഇപ്പം തന്നെ കുറേ ഫേസ്ബുക്ക് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഡെയിലി ഓഫർ ലെറ്റർ കിട്ടുന്ന കാൻഡിഡേറ്റ്സ് ഒത്തിരി. അത് ഒരു ഓഫർ ലെറ്റർ ഒന്നും അല്ല, ആക്ച്വലി 2-3 ഓഫർ ലെറ്റേഴ്സ് കയ്യിൽ വെച്ചിട്ട് അതിൽ ഏത് പ്ലേസ് സെലക്ട് ചെയ്യണം എന്ന് നമ്മുടെ കാൻഡിഡേറ്റ്സും ചോദിക്കാറുണ്ട്. അപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് ജോബ് ഓഫറും കാര്യങ്ങളും കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇൻ്റർവ്യൂവിന് സെലക്ട് ആവുള്ളൂ. ചില നഴ്സസിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസെൻ്റ്ലി കുറച്ച് ദിവസം മുന്നേ എനിക്ക് വന്ന ഒരു എൻക്വയറിയാണ്. ആൾ GNM നേഴ്സാണ്. ആൾക്ക് 3 ഇയർ എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ്റർനാഷണൽ ക്വാളിഫിക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് 3 വർഷത്തെ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ്. അപ്പം ഇങ്ങനെയുള്ളൊരു കാൻഡിഡേറ്റിന് ഏതെങ്കിലും ഒരു കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വളരെയധികം താല്പര്യപ്പെടുന്ന കാൻഡിഡേറ്റ് ആയിരിക്കും. നമുക്കിവർക്കിപ്പം ഓസ്ട്രേലിയയും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ന്യൂസിലൻഡും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർക്ക് ആറനായിട്ട് തന്നെ പോകണം എന്ന് പറയുമ്പം നമ്മൾ അവരുടെ റിക്വയർമെൻറ്റിനെ കൺസിഡർ ചെയ്തുകൊണ്ടും അതേപോലെ അവരുടെ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ലെവൽസ് വെച്ചിട്ട് അവർക്ക് ഏത് കൺട്രി ആണോ ഓക്കെ അതിനനുസരിച്ച് നമ്മൾ പ്രിഫർ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു കാൻഡിഡേറ്റ് നമുക്ക് US രജിസ്ട്രേഷൻ എടുക്കാൻ പറയുന്നതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇൻ കേസ് ആൾക്ക് ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അങ്ങനെയും പോവാം. അതല്ല അപ്പോഴേക്കും ആളുടെ ആ ഒരു എക്സ്പീരിയൻസ് ക്രൈറ്റീരിയ മീറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ GCAN പോലുള്ള ക്വാളിഫിക്കേഷൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ US രജിസ്ട്രേഷൻ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയുടെ 2nd and 3rd പാർട്ട് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. ഈ ഒരു മെത്തേഡും നമുക്കവിടെ യൂസ് ചെയ്യാം. ഡെസ്മയുടെ ടീം എന്ന് പറയുമ്പോൾ ഓരോ കാൻഡിഡേറ്റിൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കൺട്രി സജസ്റ്റ് ചെയ്യും അല്ലേ? അങ്ങനെ എക്കണോമിക്കലായിട്ട് അവർക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കൺട്രീസും സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൂടാതെ നമ്മളിപ്പം കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ ഡെസ്മയുടെ കൗൺസിലേഴ്സ്
1-to-1 ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പം ഒരു കാൻഡിഡേറ്റിന് പെർട്ടിക്കുലർലി അവരുടെ എക്സ്പീരിയൻസും അവരുടെ ക്വാളിഫിക്കേഷനും അവരുടെ എക്സ്പീരിയൻസ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ കൺട്രി സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. 1-to-1 ഗൈഡൻസ് കിട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അതും നമ്മുടെ എക്സ്പേർട്ട് ടീം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ബൾക്ക് ക്രൗഡിൻ്റെ ഇൻ ബിറ്റ്വീൻ നിന്നിട്ട് അവരുടെ കൺസേൺസ് എല്ലാം തന്നെ ക്ലിയർ ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. ഇപ്പം എല്ലാവരുടെയും ക്വയറീസ് അഡ്രസ്സ് ചെയ്യുമ്പോൾ മേ ബി ആരാണോ അഡ്രസ്സ് ചെയ്യുന്ന ആൾക്കും ചിലപ്പം മിസ്സാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മളിപ്പോൾ ഈ ഒരു 1-on-1 ഗൈഡൻസ് കൊടുക്കുമ്പം എന്ന് പറയുമ്പം ഇൻഡെപ്തായിട്ട് അവരുടെ പ്രൊഫൈൽ നമുക്ക് അനലൈസ് ചെയ്തിട്ട് നമുക്ക് അവരുടെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യാൻ പറ്റാറുണ്ട്. ഇപ്പം വേറൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡിഫറെൻറ്റ് നഴ്സിംഗ് കൗൺസിൽസിന് ഈവൻ അറ്റസ്റ്റേഷൻ്റെ ഫോർമാറ്റിന് വരെ വളരെയധികം വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മളിവിടെ ഡെസ്മയിൽ ഒരു കാൻഡിഡേറ്റിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽസിലുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി അതിനെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിലും ഈവൻ അറ്റസ്റ്റേഷൻ വരെ നമ്മൾ ഓരോ കൺട്രിയുടെയും സ്പെസിഫിക് ആയിട്ട് അതിൻ്റേതായിട്ടുള്ള ഫോമാറ്റിൽ ശ്രദ്ധിച്ച് തന്നെയാണ് വളരെ കാര്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവൻ നമ്മൾ ഈ എടുക്കുന്ന ഒരു ടൈം പീരീഡ് അറ്റ് ദ ഏർലിയസ്റ്റ് നമുക്ക് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് നമുക്ക് എപ്പോഴും കംപ്ലീറ്റ് ആക്കാനായിട്ട് നമ്മളിങ്ങനെ ഒരു എന്താ പറയുക സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും പറ്റാറുണ്ട്. ഈ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യം പറയുമ്പോൾ ഡെസ്മയുടെ ടീം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ വിസയുടെ ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും അത്യാവശ്യം ബാക്കി എല്ലാവർക്കും പേടിയാവുന്നൊരു കാര്യമാണ്, കുറച്ച് ടെൻഷൻ വരുന്നൊരു കാര്യമാണ് വിസയുടേത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറേ റെഫ്യൂസൽസ് വരുന്നുണ്ട് അല്ലേ, ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യുന്ന ഇപ്പോൾ ഓസ്കി എഴുതേണ്ട ആ ഒരു സ്റ്റേജിൽ വരുമ്പോഴേക്കും വിസിറ്റിംഗ് വിസയാണ് അപ്ലൈ ചെയ്യേണ്ടത്. കുറച്ച് റെഫ്യൂസൽസും കാര്യങ്ങളൊക്കെ സാധാരണ പുറത്തുനിന്നുള്ള കാൻഡിഡേറ്റ്സ് വരാറുണ്ട് എന്ന് നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ ഡെസ്മ ഇത് എങ്ങനെയാണ് ഡീൽ ചെയ്യണേന്ന് വെച്ചാൽ നമ്മൾ അവരുടെ പ്രൊഫൈൽ അനലൈസ് ചെയ്തിട്ട് എങ്ങനെ വിസ സക്സസ് റേറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ റെഫ്യൂസൽ വരാൻ ചാൻസ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്വേഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മാത്രമാണ് നമ്മൾ വിസ ഫയൽ ചെയ്യാറുള്ളൂ. വേറൊരു ഫാക്ടർ അവിടെ വരുന്നത്, ഇപ്പം നമ്മൾ ഏതൊരു ഏജൻസീനെ നമ്മൾ സമീപിച്ചാലും ആ ഒരു ഏജൻസിയുടെ ടോട്ടൽ വിസ സക്സസ് റേറ്റ് കാൻഡിഡേറ്റിൻ്റെ പ്രൊഫൈലിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ഡെസ്മ ഇൻ്റർനാഷണലിന് ഇത്രയും നാളൊരു ജേണിയിൽ അധികം റെഫ്യൂസൽസ് ഇല്ലാത്തതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. നമ്മൾ അതിൽ അത്രയും ഇൻഡെപ്തായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ വിസ ഫയൽ ചെയ്യാറുള്ളൂ. പിന്നെ ചില എക്സെപ്ഷണൽ കേസസ് വരാറുണ്ട്. അത് ഇമിഗ്രേഷൻ്റെ കേസ് മാനേജറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾക്ക് മാക്സിമം ഡോക്യുമെൻറ്റ്സ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വിസയുടെ സക്സസ് റേറ്റും അതുപോലെ തന്നെ ആയിരിക്കും. ഇപ്പോൾ വിസയുടെ കാര്യം വരുമ്പോഴേക്കും നമ്മൾ ലോയറിൻ്റെ ഒരു അസിസ്റ്റൻസ് കൂടി എടുക്കാറുണ്ട്. ഇപ്പോൾ പലരും ഫോർ എക്സാമ്പിൾ PR ഫയൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ വേറെ എവിടെയെങ്കിലും എൻക്വയറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ PR ഫയൽ ചെയ്യുന്നത് അവിടുത്തെ ഡോക്യുമെൻറ്റേഷൻ സ്റ്റാഫാണ്, അല്ലാണ്ട് ലോയർ ഒരിടത്തും ലോയർ ഫയൽ ചെയ്യാറില്ല. പക്ഷെ അതൊരു സെല്ലിംഗ് പോയിൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഡെസ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലോയറിൻ്റെ ഗൈഡൻസ് എടുത്തിട്ട് നമ്മുടെ എക്സ്പേർട്ട് ഡോക്യുമെൻറ്റേഷൻ ടീം തന്നെയാണ് വിസ ഫയൽ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് 99.9 സക്സസ് റേറ്റ് ഉള്ളതിൻ്റെ റീസണും. ഈവൻ നമ്മൾ ഈ രജിസ്ട്രേഷൻ പ്രൊസീജിയറിൻ്റെ എൻക്വയറി ചെയ്യുന്ന സമയത്ത് ചില കാൻഡിഡേറ്റ്സ് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേപ്പർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറാ രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ അവർക്ക് ക്ലിയർ ഐഡിയ ഇല്ല എന്താണ് മാറാ രജിസ്ട്രേഷൻ. ഇനിയിപ്പോൾ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രൊസീജിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാറാ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എപ്പോഴും ഒരു കൺസേൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളിലുള്ളത്.